ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലാണ്. നമ്മളിപ്പോൾ ഗുരുവായൂരിലാണ്. അമ്മമാരുണ്ടാക്കി തരുന്ന ആഹാരം നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പല ഹോട്ടലുകാരും റിസോർട്ട് ഉടമകളുമൊക്കെ അവകാശപ്പെടാറുണ്ട് ഹോംലി ഫുഡാണെന്ന്. ശരിക്കും ഹോംലി ഫുഡ് കിട്ടുന്ന ഒരു റിസോർട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ എടുത്തു പറയാൻ കാരണം അവിടുത്തെ അമ്മ തന്നെയാണ് അവിടുത്തെ അടുക്കളയുടെ മേൽനോട്ടം വഹിക്കുന്നത്. അതും ഗുരുവായൂരിൻ്റെ നാടൻ സാധനങ്ങൾ, പ്യുവർ വെജിറ്റേറിയൻ. നമ്മളിന്ന് പോകുന്നത് ഗുരുവായൂർ റിസോർട്ടിലേക്കാണ്. റെഡി? ലെറ്റ്സ് ഗോ. ആനന്ദൻ. അല്ല, ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു ഈ അമ്മയാണ് ഇവിടെ അടുക്കളയുടെ മേൽനോട്ടം, എല്ലാം നാടൻ സാധനങ്ങളാണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പ്യുവർ വെജിറ്റേറിയൻ എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്യുന്നത്. കിച്ചണിലത്തെ കാര്യങ്ങളും പിന്നെ ഫുൾ ഓൾറൗണ്ട് ആയിട്ട് അമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശരി. എത്ര വയസ്സായി അമ്മയ്ക്ക്? അമ്മയ്ക്ക് ഒരു 70 വയസ്സായി. വയസ്സിനെയൊക്കെ മറന്നുകൊണ്ട് മുഴുവൻ കാര്യങ്ങളിലും, അതായത് കാലത്ത് മുതൽ കിച്ചണിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഓളിനോൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അമ്മയാണ്. വരുന്ന ഗസ്റ്റ് രണ്ടാമത് തിരിച്ചിവിടെ തന്നെ വരുള്ളൂ, വേറെ അങ്ങോട്ടും പോകുന്നു. ശരി. പിന്നെ കല്യാണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കല്യാണത്തിന് 22 തരം കറികളോട് കൂടിയിട്ടുള്ള സദ്യ. അത് ഇവിടെ തൃശ്ശൂർ നല്ല ഫേമസ് ആൾ തന്നെയാണ് വെക്കുന്നത് അല്ലേ? മൂപ്പര് പേരെന്താ? കണ്ണസ്വാമി എന്ന് പറഞ്ഞാൽ. ഈ കണ്ണസ്വാമി വെച്ചാലും അമ്മയുടെ മേൽനോട്ടം ഇതുണ്ടാവുമല്ലോ. അമ്മയാണ് അതിന്റെ മുഴുവൻ കാര്യങ്ങളിലും. ശരി. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത് അമ്മയാണ്. കാരണോത്തി എന്ന് പറയുന്ന അമ്മയാണ്. അപ്പൊ അമ്മയുടെ അടുത്തേക്ക് പോവാ. അമ്മയെ പറ്റി ഇവരെല്ലാം പറയായിരുന്നു എൻ്റെ അടുത്തേ. ഇവിടെ എല്ലാ പ്രായത്തെയൊക്കെ മറന്നുകൊണ്ട് അമ്മ ഇവിടെ അടുക്കളയിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അമ്മയാണ് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരുമാതിരിയൊക്കെ ചെയ്യുന്നതാണ്. എന്തൊക്കെയാ ഇവിടെ വരുന്നവർക്ക് കറികളൊക്കെ? ഞങ്ങള് കറികള് മുളകൂട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട്, പിന്നെ അവിയല്, എല്ലാം നാടൻ സാധനങ്ങളാണ്. വെത്തക്കുഴമ്പ്, പിന്നെ മുളക് വെള്ളം, പിന്നെ മുളക്, പിന്നെ വേഗം പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ വൈകുന്നേരം ചായക്ക് വേഗം ഞങ്ങൾ മോരപ്പം എന്ന് പറഞ്ഞിട്ടൊന്ന് ഉണ്ടാക്കും. മോരപ്പം പുളിപ്പുള്ളാണോ? കുറച്ച് പുളി, ലേശം പുളി ഉണ്ടാവും. പിന്നെ അതില് കുറച്ച് റവ അതൊക്കെ കലർന്നിട്ട് മോരപ്പം, ഈ കുഴി നെയ്യപ്പം മാതിരി ഉള്ള കുഴിയിൽ മോരപ്പം ഉണ്ടാക്കും. നെയ്യപ്പം പോലെ ഇരിക്കും. നെയ്യപ്പോലെ ഉണ്ടാക്കും. കളറും അതുപോലെ തന്നെ. കളർ ലേശം വെള്ളം നിറണ്ടാവും. അപ്പൊ ഇന്ന് നമുക്ക് എന്തൊക്കെയാണോ ഉണ്ടാക്കി? മോരപ്പം ഉണ്ടായി കാണിച്ചു തരാം. മുളോഷിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ മോരപ്പം ഒക്കെ ആദ്യമായിട്ട് കേൾക്കാണ്. അപ്പൊ ഇന്ന് കേരളത്തിന്റെ എന്ന് വെച്ചാൽ ഗുരുവായൂരിന്റെ അല്ലേ? ഗുരുവായൂർ പ്രധാനപ്പെട്ട ഒരു പലഹാരമാണ് മോരപ്പം. അപ്പൊ മോരപ്പം പിന്നെന്താണ് പറഞ്ഞത്? പക്കോട ഉണ്ടാക്കും. പിന്നെ ഫിജറവട. അല്ല, ഇതിലിപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അല്ലേ? സാധാരണ ടേസ്റ്റ് ഓഫ് കേരള കാണുന്ന പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു പരാതിയുള്ളത്, നമ്മൾ ടേസ്റ്റ് ഓഫ് കേരള നോൺ വെജിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നു എന്നുള്ളതാണ്. ആ പരാതി എന്തായാലും ഈ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മാറും. ഇനി പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അതിഥിയൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് തനി നാടൻ ഡിഷ് അല്ലേ? ഇത് നമ്മുടെ അമ്മ നമ്മോടൊപ്പം ഉണ്ട്. ലളിത എന്നാണ് അമ്മയുടെ പേര്. നാടൻ ഡിഷുകളിൽ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ് അമ്മ. ഒരുപാട് കേട്ടിട്ടൊന്നും ഇല്ലാത്ത ഒരുപാട് സാധനങ്ങൾ അമ്മയ്ക്ക് അറിയാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന എന്താണ്? മോരപ്പം. വീട്ടില് ദോശയുടെയോ ഇഡ്ഡലിയുടെയോ മാവുണ്ടെങ്കിൽ ചെറിയ സൂത്രപ്പണികൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത്യാവശ്യം എരിവൊക്കെ ഉള്ളൊരു സാധനമാണ് മോരപ്പം എന്ന് പറയുന്നത്. ഇതുവരെ ഞാനെൻ്റെ ജീവിതത്തിൽ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ്. അതിന് വേണ്ട സാധനങ്ങൾ സൂചി റവ, പെരുങ്കായത്തിൻ്റെ പൊടി, പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ പീസുകളായിട്ട് സ്ലൈസ് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ രുചികരമായ മോരപ്പം.
രുചികരമായ മോരപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിർബന്ധമായിട്ട് ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വേണം. ഇത് കടുക് താളിക്കാനുള്ള ഒരു ചെറിയ സൂത്ര സംഭവമാണ്. കടുക് താളിക്കാം. കടുക് പൊട്ടുമ്പോൾ കരുവേപ്പില ഇടുക. നമ്മുടെ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവിലേക്ക് ആദ്യം കടുക് താളിച്ചൊഴിച്ചു. കടുക് താളിച്ചതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ വേണ്ട ഉപ്പ്, വളരെ എളുപ്പമാണ്. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരിക്കൽ കൂടി പറയാം. ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ: ഇത് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ്, അതിലേക്ക് ആദ്യം കടുക് താളിച്ചു, അതിനുശേഷം പെരുങ്കായത്തിൻ്റെ പൊടി കുറച്ചിട്ടു, പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചത് ഇട്ടു. അത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി ഉപയോഗിക്കാം. പിന്നെ റവ, സൂചി റവയാണിത്, സൂചി റവയുടെ പൊടി കുറച്ചിട്ടു, ഒരു 1.5 സ്പൂൺ. പിന്നെ തേങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച് ഇച്ചിരി കൂടുതലിട്ടു. അതാണ് ഇതിനകത്ത് കൂടുതലിട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഉപ്പിട്ടു. ഇപ്പം റെഡിയാണ്. ഇതിനി നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കുന്ന പോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോരപ്പം റെഡി. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചു, അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയുടെ മുകളൊക്കെ കാഞ്ഞു വന്നപ്പോൾ ചെറിയൊരു പുക മുകളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ റെഡിയാണ്. ഇത് ആരാ മോരപ്പം ഉണ്ടാക്കാൻ അമ്മയെ പഠിപ്പിച്ചത്? എൻ്റെ അമ്മ. ആണോ? അപ്പോൾ അമ്മയ്ക്ക് കുറേ സംഭവങ്ങൾ അറിയായിരുന്നു അല്ലേ? ഞങ്ങൾ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ വിശക്കുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയും ഇന്നും ദോശയും ഇത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പറയും വേറെ എന്തുണ്ടായിട്ടുണ്ട് അമ്മ. അപ്പോൾ അമ്മ വേഗം ചട്ടി വെച്ച് ഇതൊക്കെ അരിഞ്ഞ് തരാൻ പറയും ഞങ്ങളോട് കരുതി വെച്ച് വേഗം കൊടുക്കും. അപ്പോൾ വേഗം കിട്ടും. കറിവേപ്പിലൊക്കെ അരിഞ്ഞുപൊളി, മുളകൊക്കെ അരിഞ്ഞുപൊളി എന്നറിയും. ഇതൊരു സൂത്രപ്പണിയാണ്. രാവിലെ ഉണ്ടാക്കിയ ദോശമാവ് എന്തായാലും ഉണ്ടാവും. ദോശമാവ് ഇഡ്ഡലി മാവ് വീട്ടിൽ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലേ? ഇളം റോസ് നിറം വരുമ്പോൾ എടുക്കാം. അപ്പൊ അധികം സമയം വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡി ആയി കഴിഞ്ഞു. എല്ലാ പ്രായക്കാർക്കും കഴിക്കുകയും ചെയ്യാം അല്ലേ? എല്ലാ പ്രായക്കാർക്കും കഴിക്കാം. എല്ലാ പ്രായക്കാർക്കും കഴിക്കുകയും ചെയ്യാം. മോരപ്പം റെഡിയാണ്. ഇപ്പൊ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഷേപ്പ്. ഉണ്ണിയപ്പം പോലെ ചെറിയ ഷേപ്പാണ്. കളർ വ്യത്യാസമുണ്ട്. ഉണ്ണിയപ്പം നല്ല ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളറാണ്. ഇതൊരു ഇളം റോസ് കളർ. ഒരു ചെറിയ പുളിപ്പൊക്കെ ആയിട്ടാണ് അല്ലേ? അതന്നെയാണ് മോരപ്പം എന്ന് പറയുന്നത്. ആ പുളിപ്പുള്ളതുകൊണ്ടാണ് മോരപ്പം പേര്. ചെറിയൊരു പുളിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിഷിന്റെ പേര് മോരപ്പം എന്നായി മാറി. എക്സലന്റ്. അത്യാവശ്യം എരിവുണ്ട്. ആ തേങ്ങ കടിക്കുമ്പോഴത്തേക്ക് അതിനൊരു സുഖമുണ്ട് അല്ലേ? നമുക്ക് വേണ്ടി അടുത്ത വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുലിയാണ്. ഇദ്ദേഹത്തിന് ചെട്ടിനാട് ഡിഷസ് ഉണ്ടാക്കാൻ അറിയാം, തമിഴ്നാടിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം, കേരളത്തിൻ്റെ ഡിഷുകൾ ഉണ്ടാക്കാൻ അറിയാം. ഒരുപാട് വർഷമായി ഈ മേഖലയിലേക്ക്, ഈ കുക്കറി ഫീൽഡിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായി. നടരാജസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഗുരുവായൂർ റിസോർട്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫാണ് നടരാജസ്വാമി അല്ലേ? അതെ. അദ്ദേഹം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് മുരിങ്ങയില അടയാണ്. മുരിങ്ങയില, നമ്മുടെ സാധാ മുരിങ്ങയില കൊണ്ടുള്ള അട. ഇതിന് വളരെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. ആദ്യമായിട്ട് എടുക്കേണ്ടത്, കുറച്ച് സമയം എടുക്കുന്ന ഒരു പണിയാണ്, മുരിങ്ങയില വൃത്തിയാക്കി എടുക്കുക, മുരിങ്ങയില ഊരിയെടുക്കുക. അതിനുശേഷം അതിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ ചേർക്കുന്ന എങ്ങനെയാണ്? ഇത് ഒരു ഗ്ലാസ് അരി പുഴുക്കലരി എടുത്തു കഴിഞ്ഞാൽ 1/2 ഗ്ലാസ് പച്ചരി രണ്ടും ചേർത്തിട്ട് വെള്ളത്തിൽ കുതിർന്ന് വെക്കുക. ഓക്കെ. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് അരയ്ക്കുക. അരച്ച ശേഷം അത് നമുക്ക് തേവയാണ് ഉപ്പ് ഇടുക. നമുക്ക് എത്ര ആവശ്യം വേണ്ടോ അത് മാത്രം ഇട്ട് മുരിങ്ങയിലിട്ട് ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ലൂസാക്കും. ഇങ്ങനെ കിട്ടില്ല, കുറച്ച് ലൂസാക്കും. അപ്പോൾ അത് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇത് അട റെഡി.
ഞാൻ പറഞ്ഞില്ലേ, സൂത്രത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന രുചികരമായ ഡിഷാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അതിന് വേണ്ടിയിട്ട് ഇതിൽ ചെയ്യേണ്ടത് ഇത് മാവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പുഴുക്കലരി അരമണിക്കൂർ നേരം, പുഴുക്കലരി 1 ഗ്ലാസ് പുഴുക്കലരി എടുത്താൽ 1/2 ഗ്ലാസ് പച്ചരി, എന്നിട്ട് അരമണിക്കൂർ രണ്ടും കൂടി വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ചെറിയ തരിയായിട്ട് ഇത് ഇങ്ങനെ തരിയായിട്ട് കിട്ടത്തക്ക രീതിയിൽ അരച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉപ്പും മുരിങ്ങയിലയും കൂടി ഇട്ട് അല്പം വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡിയാണ്. അത് ഇതിനകത്ത് അടയായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അട റെഡി. ഇത് നമുക്ക് മനോധർമ്മം കൊടുക്കാവുന്ന ഒരു ഡിഷാണ്. ഇതിന് വേണമെങ്കിൽ എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് എരിവുണ്ടാവും, എരിവായിട്ട് കഴിക്കാൻ പറ്റും ഈ മുരിങ്ങയിലട. ഇനി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്പം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ രുചി, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുട്ടിക്ക് കൊടുക്കാനായതുകൊണ്ട് ഇതിനകത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഈ ചെറിയ കുട്ടികൾക്കോ വയസ്സാன ആളുകൾക്കോ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ്. ബ്രാഹ്മിൻസിൻ്റെ ഡിഷാണ്. ബ്രാഹ്മിൻസ്. അപ്പം വളരെ പെട്ടെന്ന് ഒരു 4 മിനിറ്റ് കൊണ്ട് ഈ മാവ് റെഡിയാക്കി വെക്കുന്ന പാട് മാത്രമേ, താമസം മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി അളവ് പറയാം. 1 ഗ്ലാസ് പുഴുക്കലരി എടുക്കുമ്പോൾ 1/2 ഗ്ലാസ് പച്ചരി. 1 ഗ്ലാസ് പുഴുക്കലരിക്ക് 1/2 ഗ്ലാസ്, 2:1 റേഷ്യോയിലാണ് ഇത് എടുക്കേണ്ടത്. അത് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം തരിയായിട്ട് കിടക്കുന്ന രീതിയിൽ അരച്ചെടുക്കുക. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്നാവും. റെഡി കഴിക്കാം. അല്ല, ഇത് പഠിച്ച എവിടെന്നാ? പഠിച്ചതിന് ഗുരുവായൂർ റെസ്റ്റോറൻറ്റിൽ ഇവിടെ വന്നതിന് ശേഷം പഠിച്ച? അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എനിക്ക്, ഇങ്ങനെ ചെയ്താൽ മതി. അത് ശരി. അപ്പൊ അമ്മയാണ് ഗുരു. അപ്പൊ കുറെ സാധനങ്ങൾ അമ്മയ്ക്കും പഠിപ്പിച്ചു കൊടുത്ത് കാണുമല്ലോ. എനിക്കറിയുന്നത് അമ്മ പഠിപ്പിച്ചു കൊടുക്കും, അമ്മയ്ക്കറിയുന്നത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അത് ശരി. അപ്പോൾ സ്വാമിക്ക് അറിഞ്ഞുകൂടാത്തത് അമ്മയുടെ അടുത്ത് നിന്ന് പഠിക്കും, അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്തത് സ്വാമി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ബാത്ര സമ്പ്രദായമാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കട്ടിയിൽ. ഇത് പിച്ചെടുക്കാനൊക്കെ കുറച്ച് ഇതൊക്കെ ചൂടായിട്ട് കഴിക്കുന്ന അതെ വളരെ ടേസ്റ്റ്, ആറിനെ കുറച്ച് ഇതാവും. അപ്പോൾ ഇത് ഉണ്ടാക്കി എടുത്തോണ്ടേ അത് ചൂടാറുന്നതിന് മുമ്പേ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പല രീതിയിൽ വട ഉണ്ടാക്കാറുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കാറുണ്ട്, ഉള്ളിവട ഉണ്ടാക്കാറുണ്ട്, പരിപ്പ് വട ഉണ്ടാക്കാറുണ്ട്, കാരവട ഉണ്ടാക്കാറുണ്ട്. ഇത് വളരെ അപൂർവമായ ഒരു വടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സൂചി റവ, സാധാരണ റവ കൊണ്ട് നമ്മൾ വട ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? ഇത് പണ്ട് മുതലേ ഉള്ള ഡിഷല്ലേ? പണ്ട് മുതലേ ഉണ്ടാക്കുന്ന പലഹാരമല്ലേ? അല്ല, പിന്നെ കുറച്ച് കാലമായി. എന്നാലും അമ്മയുടെ അമ്മയൊക്കെ അമ്മ ഉണ്ടാക്കും അല്ലേ? പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ ഇതൊക്കെ സാധനമൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, റവയൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ മാവില്ലെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ട് വേഗം ഉണ്ടാക്കാമല്ലോ അവിടെ. അല്ല, അപ്പൊ ഈ സൂത്രപ്പടികൾ കൊണ്ട് തന്നെ ഒരുപാട് ഡിഷ് ഉണ്ടാക്കാം. ശരിയാ. അപ്പൊ ഇത് ഒരു എപ്പിസോഡിലൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിന്റെ പേര് പറയണമെങ്കിൽ തന്നെ കുറെ പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് 20 പ്രാവശ്യം പറഞ്ഞു നോക്കി. സൂചി റവ വട. അപ്പോൾ സൂചി റവ വടയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന റവ തന്നെ, പിന്നെ ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാളയല്ലേ, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അരിമാവ്, അരിപ്പൊടി. ഇതൊരു ഗ്ലാസ് സൂചി റവയ്ക്ക് 2 വലിയ സ്പൂണ് അരിപ്പൊടി. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, ഉള്ളി. ഒരു ഗ്ലാസ് റവയ്ക്ക് വേണ്ടിയിട്ട് 2 സ്പൂൺ, 2 ഇച്ചിരി വലിയ സ്പൂണിൽ 2 സ്പൂൺ അരിപ്പൊടി ചേർത്തു. അതിനുശേഷം കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് അല്ലേ, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ടു. ഇനി പാകത്തിന് ഉപ്പ് ഇടണം. പൊടി നല്ലോണം കലങ്ങിയതിന് ശേഷം ഉപ്പിടണം.
ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് വേവും ചെയ്യുന്നു തോന്നല്ലേ? ആ വേഗം വേഗം സാധാരണ നമ്മൾ ബാക്കി വട ഇടുന്നതിൻ്റെ അത്രയും താമസമില്ല. ഇല്ല, വേഗം വേഗം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഒരിക്കൽ കൂടി പറയാം. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഇച്ചിരി വലിയ സ്പൂണിൽ 2 സ്പൂൺ അരിമാവ്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 സവാള. എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് റവയ്ക്ക് 1 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പാകത്തിന് ഉപ്പ്, പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്ത് ഒരു 5 മിനിറ്റ് വയ്ക്കുക. തേങ്ങ ഇപ്പം റെഡിയാണല്ലേ? ഈ കളറാകുമ്പോഴത്തേക്ക് ഒരു ഇളം റോസ് കളർ ആകുമ്പോഴത്തേക്ക് എടുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കയ്യിൽ അല്പം വെള്ളം തേച്ച് പരത്തി വട ആക്കി എടുക്കുക. വട ഉണ്ടാക്കുന്ന സമയത്ത് ദൂരെ അയൽവക്കത്തെ വീട്ടുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും വട ഉണ്ടാക്കി എന്നുള്ളത്. സാധാരണ വട ഉണ്ടാക്കി എടുക്കുന്നതിനാണ് ഒരുപാട് സമയമെടുക്കും. ഇത് റവയും അരിമാവും ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് വട ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് വട റെഡിയായി. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് വട റെഡിയായി. ഇതാ പെട്ടെന്നായിരിക്കും, വളരെ പെട്ടെന്നാണ്. സാധാരണ വടയുടെ മണം തന്നെയാണ് ഇതിനും വരുന്നത്. പക്ഷെ കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് സാധാരണ വട കഴിക്കുന്ന ടേസ്റ്റ് അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. ചെറിയ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ചെറുതായിട്ട് എരിവ് വരുന്നുണ്ട്. റവ കടിക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. റവയും അരിമാവും വളരെ എളുപ്പമാണ്. വീട്ടിലുള്ള ഒരു 3-4 സാധനങ്ങൾ എടുത്ത് തട്ടിക്കൂട്ടി ഒരു സാധനം ഉണ്ടാക്കാം, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കാണാനൊക്കെ ഉണ്ട് ഇല്ലേ? പിന്നെ ഇതൊക്കെ കഴിച്ച് തീർക്കാൻ വേണം. അപ്പോൾ ഗുരുവായൂർ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുതിരയൊക്കെ കാണാൻ പറ്റും. ഇതിന്റെ ഫുഡും അമ്മയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ല, അത് പണിക്കാരൻ തന്നെ. അതിനായിട്ട് ഒരാളുണ്ട്, ആളുണ്ട് അല്ലേ? പഴനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ. ശരി. അപ്പോൾ എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. ഇവിടെ വന്നു നല്ല ഭക്ഷണം കഴിച്ചു. അത് ഇപ്പോൾ ബാക്കിയുള്ളൊരു ഹോട്ടലിലോ റിസോർട്ടിലോ പോകുന്ന പോലെയല്ല, കാരണം അവിടെ നിന്ന് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷം.